ഫയർഫോഴ്സിന്റെയും ശ്രീകാര്യം പോലീസിന്റെയും നേതൃത്വത്തിലാണ് വിനയൻ, ബീഹാർ സ്വദേശി ദീപക് എന്നിവരെ രക്ഷിച്ചത്. ഇരുവരുടെയും ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഗോകുൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇവരെ രക്ഷപ്പെടുത്തി എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തായാലും സമാധാനമുണ്ട്. പക്ഷേ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്നൊക്കെ പറയുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? തിരുവനന്തപുരം ശ്രീകാര്യം മടത്തുനടയിൽ രാവിലെ 9:30 ഈ രണ്ട് പേര് ഇതിനകത്ത് കുടുങ്ങിപ്പോയിട്ടുള്ളത്. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് റോഡിൻ്റെ നടുക്കുകൂടെയാണ് ഈ സ്വീവേജ് പണി നടന്നുകൊണ്ടിരുന്നത്. ഏറെക്കുറെ 15 അടി താഴ്ചയിലെത്തിയപ്പോൾ 15 അടി താഴ്ച നിലവിൽ ഈ ഇടിഞ്ഞു താണ പ്രദേശത്തിനുണ്ട്. ഈ ഇടിഞ്ഞു താണ പ്രദേശത്ത് 4 മണിക്കൂറിലധികമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായിട്ട് വന്നു രണ്ടുപേരെയും പുറത്തെടുക്കാനായിട്ട്. മലയാളിയായിട്ടുള്ള വിനയനെ ആദ്യം തന്നെ പുറത്തെടുത്തു. പക്ഷേ ബീഹാർ സ്വദേശിയായിട്ടുള്ള ദീപക് 4 മണിക്കൂറായിട്ട് ഇതിനകത്ത് പെട്ടിരിക്കുകയായിരുന്നു. ആളുടെ അവസ്ഥ വളരെ സ്ഥിതി ഭയങ്കര മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. 4 മണിക്കൂർ ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുണ്ട്. എന്തായാലും 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 30ഓളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ദീപകിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞു പോകുന്ന തരത്തിലുള്ള മണ്ണാണ്. ഇനിയും ഇടിയാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കഠിന ശ്രമത്തിന് ഒടുവിലാണ് ദീപകിനെ പുറത്തെടുക്കുന്നത്. ഏതായാലും നമ്മോടൊപ്പം ഒരു പ്രദേശവാസി കൂടെ ഉണ്ട്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ദൗത്യത്തിന് പങ്കാളിയായതാണ്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ വിശദങ്ങൾ ചോദിക്കാം. ഞാൻ ഒരു 9:30 മണിയായി. അപ്പം ആ സമയത്ത് തന്നെ അച്ഛൻ എന്നെ വിളിക്കുന്നത്, ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ആയിപ്പോയി, പെട്ടെന്ന് എങ്ങനെ ചെല്ലും. അപ്പം ഞാൻ അപ്പോഴാണ് കാപ്പ് കുടിക്കാൻ വേണ്ടി ഇരുന്ന സമയത്താണ് എത്രയും പെട്ടെന്ന് ഓടി വന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും ആൾക്കാർ ബഹളം മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. അത് എന്താണ് ചെയ്യണോ ഒന്നും ആരും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ആദ്യം ഈ കമ്പിനെല്ലാം കൂടെ ആദ്യം ഇത് പെൻഡ് ചെയ്ത് വയ്ക്കുക. ഇത് കമ്പിയെല്ലാം മൊത്തം നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനാദ്യം എല്ലാം താത്ത് ചെയ്ത് അവിടെ ഒരു പ്ലേറ്റ് എല്ലാം എടുത്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും നിന്ന് നോക്കാനുള്ള ഒരു സൗകര്യം കിട്ടും. പിന്നീട് പതുക്കെ കുറച്ച് ആ മണ്ണിനെ നീക്കിയാൽ എല്ലാവർക്കും കൂടെ ഒന്ന് സഹായിക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും ആൾക്കാർ പറയുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാം നടക്കുന്നില്ല. അപ്പം ഈ ഫയർഫോഴ്സിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വന്ന് എല്ലാവരും കൂടെ ഒന്ന് സഹായിച്ചപ്പോഴാണ്, അത്രയും അവരെ ജീവൻ പണയം വെച്ചാണ് ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തുകൊണ്ടാണ് ഇത്രയും പുള്ളിയെ രക്ഷിക്കാൻ പറ്റുക. ആദ്യം പുള്ളി ഇടുപ്പ് വരെ ഉണ്ടായിരുന്നു. ആ പുള്ളിനെ നമ്മൾ അത്രയും പാടുപെട്ട് എടുത്ത് ഈ JCB അത്രയും സപ്പോർട്ടിലുള്ളതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്തത്. പിന്നെ ഈ ആ പ്ലേറ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് മുട്ട് കൊടുത്ത് നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത്, ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഇങ്ങ് നീങ്ങി വന്നാൽ പുള്ളിയുടെ കഴുത്ത് ഇത്ര ആയിപ്പോയാണ്. ആ പുള്ളിയുടെ കഴുത്ത് ശ്വാസം പോലും വിടാൻ പറ്റിയില്ല. പുള്ളിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ വലിയൊരു ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം നാട്ടുകാരുടെ ഹെൽപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ രക്ഷാദൗത്യം പൂർണ്ണമാകില്ലായിരുന്നു. കാരണം നാട്ടുകാർ എത്തിയിട്ട് തന്നെയാണ് ഈ 15 രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് രണ്ടുപേരെ കൂടി പുറത്തെടുക്കാൻ സാധിച്ചത്. വിനയനും